അപ്പം നീ ഈ ഇടയായിട്ട് നീ ഭയങ്കര മോശം കുറേ വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. ആളുകളോടൊക്കെ നീ എങ്ങനെയാണ് പെരുമാറുന്നത്? ഇത്രയും ഷൗട്ട് ചെയ്ത് സംസാരിക്കേണ്ട ആവശ്യം എന്തുവാ? എന്തിനാ ഈ ചീത്ത പറയുന്ന ആൾക്കാരെ? എന്തിനിങ്ങനെ ദേഷ്യപ്പെടുന്നത്? എന്തൊരു എടുത്തുചാട്ടമാണെന്നറിയാമോ? എല്ലാ കാര്യത്തിലും അവന് എടുത്തുചാട്ടം, ദേഷ്യം, ബഹളം വയ്ക്കൽ, ഭയങ്കര ദേഷ്യം. ഇതൊക്കെ ഒന്ന് കുറക്ക്. ദേഷ്യം വെച്ചിട്ട് നമുക്കൊന്നും കിട്ടാനില്ല. ആൾക്കാരോട് ഇച്ചിരി നന്നായിട്ട് സംസാരിച്ചാൽ നമുക്കും സന്തോഷം, കേൾക്കുന്നവർക്ക് സന്തോഷം. ഇപ്പം എന്ത് സിറ്റുവേഷൻ തന്നെ ആയിക്കോട്ടെ, ഏത് സിറ്റുവേഷൻ ആയിക്കോട്ടെ, നമ്മൾ കുറച്ച് ക്ഷമയോടെ കുറച്ചൊന്ന് ആലോചിച്ച് കാര്യങ്ങൾ എടുത്ത് ചെയ്യണം. അല്ലാണ്ട് ഈ എടുത്ത് ചാടി ദേഷ്യപ്പെട്ട് ബഹളം വെച്ചിട്ട് ഒന്നും കിട്ടാനില്ല. ഒന്നുമില്ലെങ്കിലും ഗാന്ധിജിയുടെയൊക്കെ നാട്ടിലല്ലേ നമ്മൾ ജീവിക്കുന്നത്. അദ്ദേഹത്തെ പോലെ കുറച്ച് ക്ഷമയോടെ എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യാൻ നോക്കണം. നമ്മളല്ലാണ്ട് ഇങ്ങനെ ഒരുമാതിരി ദേഷ്യവും കാര്യങ്ങളും വെച്ചിട്ട് എനിക്ക് അറിഞ്ഞൂടാ. നീ ഇതൊക്കെ ഒന്ന് കുറയ്ക്കാൻ നോക്ക്. എന്നോട് ഇങ്ങനെ പറഞ്ഞ് എനിക്ക് എന്താ സമയം പകുതി മുക്കാൽ പൊയ്ക്കൊണ്ടിരിക്കുവോ? ഏത് നേരവും നിന്റെ അടുത്ത് ഇത് തന്നെ പറച്ചില്ല. എടാ നീ ഇവിടെ നോക്കി നിൽക്കടാ, ഞാൻ പറയുന്ന ആരോട് പറയുവാണ്? അപ്പം നിന്റെ ദേഷ്യമൊക്കെ നീ ഒന്ന് കുറയ്ക്കാൻ നോക്കി. ഇനിയെങ്കിലും എപ്പോഴും ഇങ്ങനെ നീ തല കുലുക്കും ഞാൻ പറയുമ്പോൾ. എന്നോട് പറഞ്ഞു പോവാ. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. ആരുടെ അടുത്താ ഞാൻ ഇത്രയും നേരം നിന്ന് സംസാരിച്ചത്? എന്തോ ഇപ്പൊ നീ ചെയ്യുന്നത്? എന്തൊക്കെ അയാളെ വിളിച്ച് പറഞ്ഞു? നമ്മുടെ ഫോണല്ലേ പോയത്. ഈ ഫോൺ പോയെന്ന് വെച്ചിട്ട് ഫോൺ പോയി നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ക്ഷമയോടെ ഞാൻ ആലോചിക്കണം. എന്ത് ചെയ്യണം? പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണം അല്ലേ? അതല്ലേ ചെയ്യേണ്ടത്. അതിനിങ്ങനെ ബഹളം വെച്ച് എടുത്ത് ചാടി ഓടി. ഇതാണ് പറഞ്ഞത് നിന്റെ എടുത്തിയാട്ടം കുറക്കാൻ. എവിടെ ഫോൺ? എവിടെ നിന്റെ ഫോൺ? ഇങ്ങോട്ട് വിളിക്കട്ടെ, പോലീസ് സ്റ്റേഷനിൽ വിളിച്ച്. ഇത് നിന്റെ ഫോണല്ലേ, എന്റെ ഫോൺ ഇങ്ങോട്ട് തരാം. നിന്റെ ഫോണല്ലേ കള്ള അടിച്ചോണ്ട് പോയത്. എടാ നിക്കടാ കാലമാടാ, നിക്കടാ പട്ടി. അവിടെ പണ്ടാരക്കാല നീയൊക്കെ മുടിഞ്ഞു പോകൂടാ. നിക്കടാ അവിടെ. എന്തൊരു ക്ഷമ, എന്ത് നല്ല വാക്ക്. എന്തായാലും പോയേക്കാം.